ശ്രീനാരായണ ഗുരു മഹാത്മാ അയ്യങ്കാളി ജയന്തി ഇരു സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ജന്മദിനം വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം. ഗുരുദേവന്റെ 172ാം മഹാജയന്തി ദിനത്തോടനുബന്ധിച്ച് ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും ശിവഗിരിയിലും മറ്റ് കേന്ദ്രങ്ങളിലും വിവിധ പരിപാടികൾ നടക്കും. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാം ജയന്തി ദിനത്തിൽ ജന്മനാടായ വെങ്ങാനൂരിലും മറ്റിടങ്ങളിലും വിപുലമായ ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാം ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ജയന്തി ആഘോഷിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലും വിപുലമായ ചടങ്ങുകൾ നടക്കും. വിശേഷാൽ പൂജകൾ, ഹവനം, സമൂഹ പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തരാകും പങ്കെടുക്കുക. തുടർന്ന് നടക്കുന്ന ശ്രീനാരായണ ഗുരു ദാർശനിക സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മേയർ വി രാജേഷ് സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. ഗുരുദേവന്റെ ജയന്തി ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് തിരുജയന്തി ഘോഷയാത്ര നടക്കും. പീതാംബര പതാകകൾ ഏന്തി നിരവധി ഭക്തരാകും ഘോഷയാത്രയിൽ പങ്കെടുക്കുക. നാദസ്വരം, ചെണ്ടമേളം, ശിങ്കാരിമേളം, കലാരൂപങ്ങളായ തെയ്യം, തിറ, പടയണി, പൂക്കാവടി, രഥം, പുലിക്കളി തുടങ്ങിയ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ജനം, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് ജയന്തി ആഘോഷ ദിനത്തിൽ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി ഭക്തരാണ് തിരുജയന്തി ദിനത്തിൽ ചെമ്പഴന്തി ഗുരുകുലത്തിലെത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് ചെമ്പഴന്തിയിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി വി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ആരുണ്ട്? വീണയുണ്ട്. വീണ ചെമ്പഴന്തിയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആര്യശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനും ഒക്കെ എതിരെ അല്ലേ ആര്യശ്രീ? നവോത്ഥാന നായകനായിരുന്ന നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമാണിന്ന്. അപ്പോൾ ചെമ്പഴന്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ആഘോഷ പരിപാടികൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? പറയും. ആര്യശ്രീ, ആതിര, ഗുരുദേവന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് 172ാം തിരുജയന്തിയോടനുബന്ധിച്ച് വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ. അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന വയൽവാരം വീടടക്കം ഇവിടെയുണ്ട്. ഇവിടെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. രാവിലെ തന്നെ നിരവധി ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ശാന്തിഹവനം, അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ, ഒപ്പം തന്നെ സമൂഹ പ്രാർത്ഥന തുടങ്ങിയ വിവിധ ചടങ്ങുകളാണ് രാവിലെ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായി തിരുജയന്തി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമായ വയൽവാരം വീട് അലങ്കരിച്ചിരിക്കുന്നതും നിരവധി ഗുരുഭക്തർ ഇങ്ങോട്ടേക്കെത്തി ദർശനം നടത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാവിലെ 4:30 വിശേഷാൽ പൂജകളൊക്കെ ആരംഭിച്ചത്. ഇപ്പോഴും രാവിലെയാണ്. നിരവധി ഭക്തർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതേ സമാനമായ സാഹചര്യത്തിൽ തന്നെയായിരിക്കും വർക്കലയിലും ഗുരുഭക്തരുടെ തിരക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ എത്തുന്ന ഗുരുഭക്തരുടെ തിരക്ക് കൂടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മണിയോട് കൂടിയായിരിക്കും ദാർശനിക സമ്മേളനം, ഗുരുദാർശനിക സമ്മേളനം നടക്കുക. ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ഈ പരിപാടിയിൽ മേയർ വി രാജേഷ് അടക്കം പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ ഒരു ഘോഷയാത്ര നടക്കുക, തിരുജയന്തി ഘോഷയാത്ര. ആ തിരുജയന്തി ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ്. നിരവധി കലാരൂപങ്ങളും ഒപ്പം തന്നെ നിരവധി ഭക്തരും പങ്കെടുക്കുന്ന പീതാംബര വർണ്ണ പതാകയേന്തി നിരവധി ഭക്തർ ഈ നിരത്തുകൾ കീഴടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. നവോത്ഥാന നായകനാണ്, വിശ്വഗുരുവാണ്. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും ഒപ്പം തന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നീ അനാചാരങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി ഇന്ന് കാണുന്ന മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യത്തിനും ഒപ്പം തന്നെ അവരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഗുരുദേവന്റെ ജയന്തി അത് ഭക്തി ആദരപൂർവ്വം ആചരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ തിരുജയന്തി ദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം നടക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി വി സതീശനാണ്. അപ്പോൾ തന്നെ ഈ ഒരു ദിവസം തന്നെ ഈ തിരുജയന്തി ദിനത്തിൻ്റെ ഈ വർഷത്തെ തിരുജയന്തി സന്ദേശവും ഇതിൽ വായിക്കുന്നതായിരിക്കും. വരുന്ന മണിക്കൂറുകളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരായിരിക്കും ചെമ്പഴന്തിയിലും ഒപ്പം തന്നെ വർക്കലയിലും എത്തുന്ന. വരുന്ന മണിക്കൂറുകളിൽ ഇതായിരിക്കില്ല തിരുവനന്തപുരത്തെ കാഴ്ച. ഭക്തരാൽ നിറയുന്ന കാഴ്ച തന്നെയായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആര്യശ്രീ, ആതിര.